ഇന്നലത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ് ബിഷപ്പിന്റെ വീഡിയോ. ബിഷപ്പ് ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഒരു പ്രമുഖ യൂട്യൂബർക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നും ആ പുള്ളിയെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് സന്ദീപാണ്. സന്ദീപിനെയാണ് പോലീസ് പിടിച്ചതെന്ന് പറയുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രേണുവിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ്. അതായത് രേണു കുറേയധികം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നുള്ള ആ തരത്തിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ഈ വ്യക്തിയെ പിടിച്ചതിന് ശേഷം രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ രേണു ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ രേണുവിന് അത്രത്തോളം സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ഈ വ്യക്തിയെ പിടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്നലെ പിടിച്ചതിന് ശേഷം ഈ വ്യക്തി ഇന്നിപ്പോൾ പുറത്തിറങ്ങി, അതായത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ ആയിരുന്നു പോലീസ് പിടിച്ചത്. ഇന്ന് രാവിലെ പുറത്തിറങ്ങുകയും ചെയ്തു, ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. എന്നിട്ട് പുള്ളി ഒരു ലൈവ് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് പുള്ളിയുടെ ചാനലിൽ പുള്ളി ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുകയും ചെയ്തിരുന്നു. ആ ലൈവ് വീഡിയോ ആദ്യം ഒന്ന് കാണാൻ എന്നിട്ട് ബാക്കി പറയാം. സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അനീഷ് ബ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട് പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോലിട്ടാ എടാ, എനിക്ക് എന്തിൻ്റെ കേളാ വല്ലവരും എറിഞ്ഞാൽ അപ്പക്കാരണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടെ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ടാണ് നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയിട്ടോ. ഫോണൊക്കെ അതായത് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോൺ, അതായത് മൊബൈലിൽ അല്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അത് കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ. കുറച്ച് കോടതിയിലിറങ്ങും. കുറേ ആൾക്കാർ അറസ്റ്റ്, കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നതുകൊണ്ട് വല്ലാണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യാം, അത് തന്നെ നമ്മളെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉദ്ദേശമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പോശ ഏകദേശം മനസ്സിലാക്കണമല്ലോ. സന്ദീപ് എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇനിയും കുറേയധികം കാര്യങ്ങൾ പുള്ളിക്കാരൻ തന്നെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നാണ് ആ സംസാരത്തിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത്. ശരിക്കും രേണുവിൻ്റെ ഭാഗത്ത് നിന്നും ഈ വ്യക്തിക്കെതിരെ പോലീസ് പിടിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും എനിക്കിത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ശരിക്കും 2 കൂട്ടരും, ഇപ്പോൾ ബിഷപ്പിൻ്റെ രേണുവിൻ്റെ ഭാഗത്തു നിന്നായാലും സന്ദീപിൻ്റെ ഭാഗത്തു നിന്നായാലും ഒന്ന് അയയുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് 2 കൈയും കൂടെ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ എന്താ പറയുക, ഒരു പ്രശ്നമായിട്ട് വലിയ തോതിൽ മാറത്തില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പ്രശ്നമാക്കണമെങ്കിൽ ആ ഒരു തരത്തിൽ ആക്കുകയും ചെയ്യാം. പക്ഷേ ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ തോതിലുള്ള എന്താ പറയുക, ജനങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. കാരണം പലതരത്തിൽ പല രീതിയിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തലവേദന എടുത്തിരിക്കുന്ന ഒരു അവസ്ഥ പലരും പലതരത്തിൽ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു വിഷയം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബിഷപ്പിൻ്റെയും രേണുവിൻ്റെയും ഭാഗത്തു നിന്നായാലും സന്ദീപിൻ്റെ ഭാഗത്തു നിന്നായാലും ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി അതൊരു തരത്തിലുള്ള ഒരു പ്രശ്നമാക്കി തന്നെ മാറ്റാനായിട്ടുള്ള ഒരു ഇതായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് പോലും അതൊരു മടിപ്പായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് ദയവ് ചെയ്ത് 2 കൂട്ടരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാവുള്ളൂ എനിക്ക്.